സാറേ, ഒടുവിൽ അഫ്ഗാനിസ്ഥാൻ അവരുടെ തനി സ്വഭാവം കാണിച്ചു. പാകിസ്ഥാന് കൊടുക്കേണ്ടത് കൊടുത്തു. അപ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം നടത്തി നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ തിരിച്ചു കൊടുത്തു അല്ലേ, ശരിക്കും പറഞ്ഞാൽ? അതെ, അതായത് ഡ്യൂറൻഡ് ലൈൻ ആണ് അതിർത്തി. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി. ഈ അതിർത്തി പ്രദേശത്ത് മൊത്തം ഡ്യൂറൻഡ് ലൈനിൽ ഉള്ള പ്രവിശ്യകളുണ്ടല്ലോ, പല പ്രവിശ്യകൾ അഫ്ഗാനിസ്ഥാൻ്റെ. ആ പ്രവിശ്യകളിൽ നിന്നൊക്കെ പാകിസ്ഥാൻ്റെ ഫ്രോണ്ടിയർ കോർ പോസ്റ്റുകളിൽ ആക്രമണം നടത്തി. എന്നിട്ട് 12 പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും അവസാനത്തെ, ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തെ വിവരമാണ്. 12 പേര് പട്ടാളക്കാരെ കൊന്നിരിക്കുന്നു എന്നുള്ളത്. പട്ടാള പോസ്റ്റുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ സേനകൾ. അത് ഇന്നലെ രാത്രി, ശനിയാഴ്ച രാത്രി ആണ് ഈ ആക്രമണങ്ങളൊക്കെ. ഇപ്പോൾ പുലർച്ചെയും തുടരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ഈ പോസ്റ്റുകൾ പിടിക്കുക മാത്രമല്ല, പട്ടാളക്കാരെ കൊല്ലുക മാത്രമല്ല, ഈ ഇൻഫ്രാസ്ട്രക്ചർ അതിനൊക്കെ വലിയ നാശം ഉണ്ടായിട്ടുണ്ട്. ആയുധങ്ങൾ, പിന്നെ ഡിപ്പോകളൊക്കെ ഇല്ലേ, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, ഇതൊക്കെ തകർത്തിട്ടുണ്ട്. ദാർഗാം, ബിർഗോത്ത് ഈ 2 മേഖലകളിലാണ് വലിയ തോതിൽ ഇപ്പോൾ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. പീരങ്കി ആക്രമണമാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു കരയുദ്ധത്തിൻ്റെ മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. വ്യോമാക്രമണത്തിന് തിരിച്ച് അതിർത്തിയിൽ പണി കൊടുക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ. ഷെല്ലിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രോൺ അസിസ്റ്റൻസ് അറ്റാക്ക്, അതായത് ഡ്രോണിൻ്റെ സഹായവും, അതായത് ഒരു പീരങ്കി സേന, കവചിത വാഹനങ്ങൾ പോകുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ വേണമല്ലോ, അതെ, ആകാശത്ത് നിന്ന്. അപ്പോൾ ഡ്രോണുകളുടെ സഹായവും ഇതിനുണ്ട് ഈ കരയിൽ കൂടിയുള്ള മുന്നേറ്റത്തിന്. അപ്പോൾ കുന്നാർ, നങ്കർഹാർ പ്രവിശ്യകളിൽ നിന്നാണ് പ്രധാനമായിട്ടും ആക്രമണങ്ങൾ നടക്കുന്നത്. കുനാർ, നങ്കർഹാർ. അത് 2021 ശേഷമുള്ള ഏറ്റവും വലിയ പോരാട്ടമാണ്, ഏറ്റവും വലിയ ആക്രമണമാണ് പാകിസ്ഥാനെതിരെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നടന്നിരിക്കുന്നത്. 2021 എന്ന് പറയുന്നത് അമേരിക്കൻ സേന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന വർഷമാണ് 2021. ആ 2021 ശേഷം താരതമ്യേന ശാന്തമായിരുന്നു എന്ന് പറയാം. താരതമ്യേന എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പല ആക്രമണങ്ങൾ, കാരണം അതിർത്തി കടന്ന് പാകിസ്ഥാൻ 2-3 തവണയായി ആക്രമണം നടത്തുന്നു അഫ്ഗാനിസ്ഥാൻ്റെ അകത്ത്. ഒരു തവണ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഒളിവിടങ്ങൾ ആക്രമിച്ച് TTP, തെഹ്രീക്ക് താലിബാൻ്റെ. കഴിഞ്ഞ ദിവസം ഈ മുത്തഖി, അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നപ്പോൾ കാബൂളിൽ വ്യോമാക്രമണം നടത്തി. ഒരു സന്ദേശമായിരുന്നു അതല്ലേ? അതെ അതെ. TTPയുടെ മേധാവി നൂർവാലി മഹ്സൂദിനെ കൊല്ലാനുള്ള ശ്രമമായിരുന്നു വ്യോമാക്രമണം. അത് നമ്മളാണ് ആദ്യം പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അഫ്ഗാൻ പട്ടാളം വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിഫൻസ്, അഫ്ഗാനിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട്. ഇത് വ്യോമാക്രമണത്തിന് മറുപടിയാണ് പാകിസ്ഥാൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. താലിബാൻ, ഇത് താലിബാൻ്റെ അതിർത്തി സേന കിഴക്ക് ഭാഗത്താണ് ഈ കൂടുതലും ആക്രമണം നടത്തുന്നത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹെൽമന്ദ്, പാക്തിയ, കുനാർ, നങ്കർഹാർ, ഗോസ്ത് പ്രവിശ്യകളിൽ നിന്ന് ഒരേ സമയമായിരുന്നു പാകിസ്ഥാനിലേക്ക് ആക്രമണം. എന്ന് പറയുമ്പോൾ അത് അപ്രതീക്ഷിതമാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ആക്രമണം വരുന്നാണല്ലോ പ്രതീക്ഷിക്കുക. അതാണ് 12 പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അഫ്ഗാന്റെ ഭാഗത്ത് കാഷ്വാലിറ്റികളുമായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. പാകിസ്ഥാൻ ചെക്ക് പോസ്റ്റ് ഗുറം, ബജോർ, നോർത്ത് വസീറിസ്ഥാൻ പ്രവിശ്യകളിലാണ് പാകിസ്ഥാനെ ആക്രമിച്ചിരിക്കുന്നത്. അതായത് ഗുറം, ബജോർ, നോർത്ത് വസീറിസ്ഥാൻ എന്നൊക്കെ പറയുന്നത് ഖൈബർ പക്തൂൺഖ്വായ മേഖലയിലെ പ്രവിശ്യകളാണിത്. അപ്പൊ ഖൈബർ പക്തൂൺഖ്വായിലേക്കാണ് പീരങ്കികൾ വെച്ച് അഫ്ഗാനിസ്ഥാൻ നിലകൊള്ളുന്നതെന്നർത്ഥം. അതാണ്. അപ്പോൾ ഗുവിസാർ, സ്പൈന ഷാഗ, പോളീൻ എന്നിവിടങ്ങളിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പീരങ്കികൾ, മോർട്ടാറുകൾ
ഡ്രോണുകൾ ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബഹ്റാംച ജില്ലയിലെ പ്രവിശ്യയിലെ ഷയീച്ച്, ബിബിജാനി, സലേഹാൻ തുടങ്ങിയ മേഖലകളിൽ കനത്ത പോരാട്ടം നടക്കുന്നുണ്ട്. പാക്തിയിലെ അയാബ് സാസി ജില്ലയിലും നല്ല പോരാട്ടം ഉണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ വക്താവ് ഇനായത്തുള്ള ഖൊവ അസ്മി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മറുപടി കൊടുക്കുകയാണ്, വ്യോമാക്രമണത്തിന് മറുപടി കൊടുക്കുകയാണ്. രാജ്യാന്തര തലത്തിൽ ഖത്തർ ഈ പോരാട്ടത്തിൽ, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഖത്തറിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. രണ്ട് സുന്നി രാജ്യങ്ങളാണല്ലോ, തമ്മിൽ ഏറ്റുമുട്ടാൻ പാടില്ല. പണ്ട് ഈ സോവിയറ്റ് യൂണിയൻ ചെക്കോസ്ലോവാക്യയിലും ഹംഗറിയിലും ഒക്കെ ആക്രമണം നടത്തിയില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിനെ തന്നെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, CH മേനോൻ ആ സമയത്ത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വീട്ടിൽ വന്നിരുന്നു. അത് കഴിഞ്ഞ് ഈ പ്രശ്നമായിരുന്നല്ലേ കമ്മ്യൂണിസ്റ്റ് ഹംഗറിയിലേക്കൊക്കെ ടാങ്കുകൾ കയറിയത്. പുള്ളിക്ക് മനസ്സിലായില്ല ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം വേറൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിനെ ആക്രമിക്കുന്നത് മനസ്സിലായില്ല. അപ്പൊ വീട്ടിൽ വന്നിരുന്നു. പിന്നെ കെ ദാമോദരൻ സംസാരിച്ച് പുള്ളി എന്തായിരിക്കും കരുതുന്നത്? അത് തെറ്റാണെന്നാണ് കരുതിയത്. പുള്ളി അത് മോറൽ ആയിട്ടെടുത്തു. ഒരുപാട് വായിക്കുന്ന ആളൊക്കെയാണല്ലോ, അപ്പൊ ധാർമ്മികമായി തന്നെ ജീവിച്ച ആളുമാണ്. അതുകൊണ്ട് ഇത് അധാർമികമാണ് എന്നുള്ള ഒരു ബോധം അദ്ദേഹത്തിന് ഉണ്ടായി. അതാണ്. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ്റെ 201 ഖാലിദ് ബിൻ വാലിദ് ആർമി ആണ് ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 201 ഖാലിദ് ബിൻ വാലിദ് ബ്രിഗേഡെന്നോ ബറ്റാലിയനെന്നോ ഒക്കെ പറയാം. ആർമി എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പ്രധാനമായിട്ടും സംഗർഹാർ, കുനാറിൽ. ഇതാണ് ഇപ്പോൾ അടുത്ത സിറ്റുവേഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ അഫ്ഗാനിസ്ഥാൻ ഈ പാകിസ്ഥാനെ ആക്രമിക്കുന്ന പാകിസ്ഥാനെ സങ്കല്പിച്ചിരുന്നില്ല. കാരണം ഇമ്രാൻഖാൻ്റെ കാലം മുതൽ ഈ താലിബാനെ അല്ലെങ്കിൽ അവർ അഫ്ഗാനെ സഹായിച്ചുകൊണ്ടിരുന്നതാണല്ലോ. പക്ഷേ ഇന്ത്യയുമായിട്ട് ഇപ്പം ഈ US ഉള്ള സൈന്യം പിന്മാറിയതിന് ശേഷമാണല്ലോ ഇന്ത്യയായിട്ടുള്ള ബന്ധം ദൃഢമായത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പണി തരാമെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ പേടിപ്പിക്കാൻ ശ്രമിച്ചതായിരിക്കും അല്ലേ? ഒരു വലിയ ശക്തിയുള്ള സൈന്യമൊന്നും അല്ലല്ലോ അഫ്ഗാനിസ്ഥാൻ്റെ വലിയ ശക്തിയുള്ള സൈന്യമല്ലെങ്കിലും അഫ്ഗാനിസ്ഥാൻ്റെ കൂടെ ഇപ്പോൾ ഇന്ത്യയും അയലത്തല്ലേ? അതെ, റഷ്യ പിന്നെ പിന്തുണയ്ക്കുമായിരിക്കും. റഷ്യയുണ്ട്, ചൈനയുണ്ട്, കുറേയൊക്കെ. ചൈനയ്ക്കും അടുത്തിരിക്കുകയാണല്ലോ പാകിസ്ഥാനെ. അതെ അതെ. കാരണം കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്തെടുത്ത് ഖാദറിൽ നിക്ഷേപിച്ചിട്ട് ചൈനയുടെ എഞ്ചിനീയർമാർക്ക് അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിൽ നിന്ന് പണി കിട്ടുന്നു. പിന്നെ അമേരിക്കയുമായിട്ട് പാകിസ്ഥാൻ കൂടുതൽ അടുക്കുന്നു അല്ലേ? അതും അങ്ങനെ അടുക്കുന്നു. അപ്പോൾ ചൈനയ്ക്ക് ഇതൊരു ബാധ്യതയായിട്ടാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയലത്ത് നിന്ന് ധാരാളം സപ്പോർട്ട്, ആയുധങ്ങൾ, പിന്നെ മറ്റേ അമേരിക്ക ഉപേക്ഷിച്ചിട്ട് പോയ ആയുധങ്ങളുടെ ഒരു പരേഡ് തന്നെ ഈ വർഷം ആദ്യം നടത്തിയിരുന്നല്ലോ അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ആയുധങ്ങൾ ധാരാളം. താലിബാന്റെ കയ്യിലും മുമ്പേ തോക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പാകിസ്ഥാൻ തന്നെ ധാരാളം കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അമേരിക്ക മറ്റേ ബാഗ്ര വ്യോമതാവളത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയ ആയുധങ്ങള്, വാഹനങ്ങള് ഒക്കെ ധാരാളം ഉണ്ട്. അതെല്ലാം താലിബാന്റെ കസ്റ്റഡിയില്ല. അതെ. പിന്നെ നമ്മൾ നോക്കേണ്ടത് പാകിസ്ഥാൻ പട്ടാളം ശക്തമാണോ എന്നുള്ള കാര്യവും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതാണല്ലോ യൂസ്ലെസ് ആയിട്ടുള്ള ചൈനീസ് ആയുധങ്ങൾ അല്ലേ? അതാണ്. അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ വലിയ തകർച്ച പറ്റിയിട്ട് ഒരു ദരിദ്രാവസ്ഥയിൽ കിടക്കുകയാണ് പാകിസ്ഥാൻ, സാമ്പത്തികമായും സൈനികമായും. അവരുടെ സൈനിക താവളങ്ങൾ പലതും നമ്മൾ ആക്രമിച്ച് ശരിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ലഷ്കർ-ഇ-തയ്യബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ കേന്ദ്രങ്ങൾ നമ്മൾ തകർത്ത് ഇരിക്കുന്നത് കൊണ്ട് അവരെ ഉപയോഗിച്ചിട്ടും ഈ താലിബാനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തിരിച്ചൊരാക്രമണം നടത്താൻ പറ്റില്ല. ആ അവസരം അഫ്ഗാനിസ്ഥാൻ മുതലെടുത്തിരിക്കുന്നു. എനിക്കും ഇത് അത്ഭുതമായിരുന്നു. കാരണം അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു.
മറ്റേ വ്യോമാക്രമണം കാബൂളിൽ തന്നെ പോയി നടത്തിയപ്പോൾ ഉം. അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിക്കില്ല എന്നുള്ള പ്രതീക്ഷയിലായിരിക്കുമല്ലോ അതെ. പാകിസ്ഥാൻ ഇത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ തിരിച്ചു കിട്ടും എന്നുള്ളത്. മാത്രമല്ല വിദേശകാര്യമന്ത്രി 8 ദിവസത്തെ സന്ദർശനത്തിൽ 2-3 ദിവസമല്ലേ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. അതെ. അതേ ഇന്നലെ മറ്റേ ദിയോബന്ദിലായിരുന്നു, ആ. ഉത്തർപ്രദേശിൽ ദിയോബന്ദ്. ദിയോബന്ദിൽ ഇഷ്ടം പോലെ ആളുകൾ കാണാനൊക്കെ എത്തിയത്. അദ്ദേഹത്തിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഉം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുറേയും കൂടി സ്വീകാര്യത ഇന്ത്യയിലുണ്ട് എന്ന് തോന്നുന്ന ഘട്ടം വന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ സംസാരിക്കുന്ന ആളുകളെയൊക്കെ ദിയോബന്ദിൽ വലിയ സ്വീകരണമായിരുന്നു അവിടെ കിട്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചടിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.